അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തില്ലെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ലെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ്. ടീമിന്റെ സന്ദർശനം അടുത്ത വർഷത്തേക്ക് മാറ്റണമെന്ന ആവശ്യത്തിലാണ് ഇപ്പോൾ ചർച്ച. മെസ്സിയുടെ വരവിലെ വസ്തുതകൾ മനസ്സിലാക്കാതെ ചില മാധ്യമങ്ങൾ ദുഷ്പ്രചരണം നടത്തുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി നടന്ന ഓൺലൈൻ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് മാഡ്രിഡിൽ കൂടിക്കാഴ്ച നടന്നത്. ലാലിഗയുമായുള്ള സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ യാത്രയുടെ ലക്ഷ്യമായിരുന്നു. മന്ത്രി സർക്കാർ പണം ദുരുപയോഗിച്ചു എന്ന തരത്തിലേക്ക് പ്രചാരണം മാറിയെന്നും കായിക മന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണമാണല്ലോ ഈ വാർത്തകളുടെ അടിസ്ഥാനം. അത് മന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നതാണ്. അതായത് ടീം എത്തില്ലെന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയാണ്. അത് ഔദ്യോഗിക വിവരമാണ്. ഇത് മെസ്സി വരരുത് എന്ന് ആഗ്രഹമുള്ളതുപോലെ പല മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നുവെന്നാണോ മന്ത്രിയുടെ ഓഫീസ് തന്നെ കരുതുന്നത്? റോഷ്നി, അങ്ങനെ തന്നെയാണ്. അർജന്റീനൻ ടീമും മെസ്സിയും സംസ്ഥാനത്തെത്തി പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടത്തുമെന്ന തീരുമാനം അത് സംസ്ഥാന സർക്കാരിൻ്റെതായിരുന്നു. അത് സ്പോൺസറായ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റ് കമ്പനി ഈ ഫുട്ബോൾ അസോസിയേഷന് മാച്ച് ഫീ അടച്ചു എന്ന കാര്യമാണ് മന്ത്രി പറയുന്നത്. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച് ഇപ്പോഴും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു മറുപടി നൽകിയിട്ടില്ല. 2026 ഇങ്ങോട്ടേക്ക് സംസ്ഥാനത്തേക്ക് അർജന്റീൻ ടീമും മെസ്സിയും വരുന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നേരെ മറിച്ച് ഇങ്ങോട്ടേക്ക് ഈ തവണ വരുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ മറുപടി അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകിയിട്ടില്ലെന്നാണ് കായിക മന്ത്രി ഇപ്പോൾ പറയുന്നത്. അതാണ് വാർത്താക്കുറിപ്പിലുള്ളത്. മാത്രമല്ല, ഈ കാര്യത്തിൽ ചില മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തുന്നു എന്ന വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്തുണ്ട്. ഒരു തരത്തിലും അർജന്റീൻ ടീമോ മെസ്സിയോ സംസ്ഥാനത്ത് വരരുത് എന്ന ആഗ്രഹമുള്ളവരാണ് ഇത്തരം പ്രചാരണം നടത്തുന്നത്. തെറ്റായ രീതിയിൽ അർജന്റീൻ ടീമിന്റെയോ അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷന്റെയോ ഭാഗത്ത് ഒരു വിശദീകരണമോ ഒരു വാർത്താക്കുറിപ്പോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് അനാവശ്യമായ പ്രചാരണം നടത്തുന്നത് എന്ന് തന്നെയാണ് ഇങ്ങനെ മന്ത്രി ഒരു വിശദീകരണവുമായി രംഗത്ത് വരാൻ വഴിയൊരുക്കിയത്. ഇപ്പോഴും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ വരില്ല എന്ന കാര്യം ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല. സ്പോൺസറായ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ പോലും അറിയിച്ചില്ല. ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ തെറ്റായ പ്രചാരണം നടത്തുന്നത് എന്ന ചോദ്യമാണ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ ഉയർത്തുന്നത്. അതിനു പുറമെ മന്ത്രിക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുന്നു. മന്ത്രി അനാവശ്യമായി 13 ലക്ഷം രൂപ ഈ ഫുട്ബോൾ അസോസിയേഷനെ കാണാൻ വേണ്ടി ചെലവഴിച്ചു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നടത്തുന്നു. അതും തെറ്റാണെന്ന് മന്ത്രി പറയുന്നു. കാരണം അങ്ങനെ തുക ചെലവഴിച്ചിട്ടില്ല. കാരണം സ്പോൺസർ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് പണം ചെലവാക്കിയത്. ആ തുക മാച്ച് ഫീ അടക്കം അടച്ചത് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു വിശദീകരണം വരാത്ത സാഹചര്യത്തിൽ നടത്തുന്ന പ്രചാരണത്തിലുള്ള കൃത്യമായ പ്രതിഷേധം കൂടിയാണ് മന്ത്രി രേഖപ്പെടുത്തുന്നത്. ഏതായാലും പല മാധ്യമങ്ങളും, മലയാളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം ഒരു തരത്തിലും അർജന്റീൻ ടീം അല്ലെങ്കിൽ മെസ്സി സംസ്ഥാനത്തേക്ക് എത്താൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രചാരണം തുടരുന്നത്. ശരി, ഒരു തീയതി സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മന്ത്രിയുടെ ഓഫീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന ഔദ്യോഗിക വിവരം. റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്.